ടീച്ചറെ, ഈ 5C എവിടെയാ? Go straight and turn right. Sorry, don't make too much noise. അയ്യടാ, ഇംഗ്ലീഷ് ആണെങ്കിലും കാര്യം പിടികിട്ടി. Right hand side, second classroom. Thanks. This is the father, short and stout. This is the father, short and stout. And this is the mother, with children about. And this is the mother with children about. And this is the sister with chubby cheeks. And this is the sister with chubby cheeks. This is the baby still to grow. This is the baby still to grow. What are you doing? ഇത് ഗീതുവിന് കൊടുക്കാനാ. This is not the time for that. Come on lunch break. Teacher, he is my father. ഗീതുവിന്റെ ഡാഡിയാ. Sorry sir, visitors are not allowed during class time. Okay? Thanks. Silence, silence. ആഹാ, Now let's ഇത്രേ continue. ഉള്ളൂ ഇംഗ്ലീഷ്. This is the baby. നല്ല മണി പോലെ കാര്യങ്ങൾ മനസ്സിലായല്ലോ. ഇത് ഞാൻ Here's പിടിച്ചെടുക്കും. the family, all in a row. ഓ, എന്തൊരു കമർപ്പാ. നാരങ്ങ വാടിയതല്ലയോ? ആ, അതിനാ പഞ്ചാര കൂടുതലിട്ടെ. ഒരു 5-6 ഗ്യാസ് മുട്ടായി ഇവിടെ പൊതിഞ്ഞെടുത്തു. അതേലോ നീ തന്നെ. പരസ്യ പ്രചാരണ വാഹനമായി കടന്നു വരുന്നത് ലോട്ടറി വിപണിയിലെ ഒരു വിശ്വസ്ത സ്ഥാപനം ഗരുഡ സൂപ്പർ ബമ്പർ ലോട്ടറി. പിള്ളേർ കമ്പനി നമ്മുടെ വല്ലതും അടിച്ചിട്ടോ നോക്കി. നമ്മുടെ തന്നെ വാങ്ങിയതാ. പിന്നെ എന്റെ സീല് കണ്ടാ എനിക്കറിയില്ലേ? കണ്ടോ, സോമൻ പിള്ള ആൻഡ് കമ്പനി, ലോട്ടറി വിപണിയിലെ വിശ്വസ്ത സ്ഥാപനം. ഫസ്റ്റ് സെക്കൻഡ് ഏതായാലും ഇല്ല, ഇനി തേർഡ് പ്രൈസ് അതും ഇല്ല. അങ്ങനെ നിരാശപ്പെടണ്ട. 0-0-0-0-1-2 രക്ഷപ്പെട്ടു. ഭാഗ്യവാൻ 500 രൂപ അടിച്ചിട്ടുണ്ട്. ആന്നോ? കണ്ടോ ഒരെണ്ണം കൂടെ അപ്പൊ എടുക്കായിരുന്നു. അതിനെന്താ, ഇത്തവണ 2 എണ്ണം എടുക്കാമല്ലോ. ആദ്യമായി ടിക്കറ്റ് എടുക്കുമ്പോൾ 2 എണ്ണം എടുത്തിട്ട് ഒന്നും അടിക്കാതിരുന്ന പിന്നെ എന്തെങ്കിലും ടിക്കറ്റ് മേടിക്കോ? ടിക്കറ്റ് ബാക്കി 480 രൂപ. ഇതാണ് ഗരുഡന്റെ കളി. മാഷാനെ ഒരു ചായ കുടിക്കാം. വാന്നേ, ഒരു സന്തോഷത്തിന്. ശരി, അപ്പൊ ചായ മാത്രം പോരാ, എന്തെങ്കിലും കടിയും കൂടെ വേണം കേട്ടോ മാഷെ. എന്തായാലും മെനക്കെടുത്തതല്ലേ. അപ്പൊ എന്താ മാഷിന്റെ പേര് പറഞ്ഞേ? മോനിച്ചൻ. ഹനുമാൻ മോനിച്ചൻ. ഓ, അതാണല്ലേ ഈ ഇൻ. കാലത്ത് മുതൽ വൈകുന്നേരം സ്കൂൾ വിടുന്നവര് വെറുതെ ടൗണിലിങ്ങനെ മെനക്കെടുക എന്ന് പറഞ്ഞാൽ ഇത്തിരി കട്ടിയാ. പോയി വരാന്ന് വെച്ചാ ഇപ്പൊ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 19 രൂപയാവും. ആ സമയത്ത് കഴിച്ചിട്ടാ വല്ലാണ്ടങ്ങ് നിറഞ്ഞു. വേറെ എന്തെങ്കിലും വേണം? ഈ ജീപ്പുകാരോട് പറഞ്ഞാൽ കൊണ്ടുവന്നാക്കി തരില്ലേ? അങ്ങനെ ഇവിടൊക്കെ അത് ഞങ്ങളെ ഉള്ളിലാ. ജീപ്പിൽ കയറണമെങ്കിൽ തന്നെ 1.5 കിലോമീറ്റർ നടക്കണം. പിന്നെ ഇവിടെ സ്റ്റാൻഡിൽ വന്നാൽ തന്നെ 2 പിള്ളേരായിട്ട് അവർ സ്കൂളിൽ കൊണ്ടുവന്നാക്കുവോ? ശരിയാ, ഇപ്പോഴത്തെ പെട്രോളിന്റെ വിലയ്ക്ക് ഒരു സ്കൂട്ടർ വാങ്ങിച്ചാലും മുതലാകത്തില്ല. 2 പൊറോട്ട, കാപ്പി, 30 രൂപ. 30 രൂപയാ? നല്ല എരി. ഒരു വഴിയുണ്ട് മനുഷ്യ. ഇനി 450 രൂപ ബാക്കി ഇരിപ്പില്ലേ? വാ മനുഷ്യ. എങ്ങോട്ടാ? അതെ, എന്റെ കൂട്ടുകാരന്റെ ഒരു സൈക്കിൾ ഉണ്ട് ഇവിടെ. തൽക്കാലം 400 രൂപ കൊടുത്ത് ഒരു സൈക്കിൾ വാങ്ങാം. ബാക്കിയൊക്കെ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുത്താൽ മതി. അല്ല, വീട്ടുകാരിയോടൊന്ന് ചോദിച്ചു. ഇതിപ്പോ എന്നാ ചോദിക്കാനാ? വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാശൊന്നുമല്ലോ. അല്ല, എന്നാലും എല്ലാ കാര്യത്തിലും പെണ്ണുങ്ങളുടെ അഭിപ്രായത്തിന് എന്നാ ശരിയാകത്തില്ല. പെൺബുദ്ധി പെരുവഴിയിലെന്നാ. മോനിച്ച വണ്ടിയിലോട്ട് നേറിക്കേ. ഫ്രണ്ട് സീറ്റില്ലേ? ഗരുഡ സൂപ്പർ ബമ്പർ ലോട്ടറി.
കാലത്ത് എങ്ങോട്ടാ വാണം വിട്ട പോലെ ഇറക്കമില്ലയോ? എല്ലാരും സ്കൂളിൽ വിട്ടേച്ച് വരുന്ന വഴിയാ. ഇച്ചിരി വളം മേടിച്ചു പോകണം. പറമ്പിൽ പണിക്കാരും നിൽക്കുന്നു. ഹലോ, ആ പാട്ട് നോക്കിയേ, ഇല്ലെങ്കിൽ കുറച്ചും കൂടെ മാറ്റിയിട്. ഇവിടെ കവിയരങ്ങ് തകർക്കുന്നില്ല. അപ്പൊ കാണാം. കുഞ്ഞിനും മുത്തിക്കും ഒറ്റക്കിരിക്കുവാൻ നെഞ്ഞുപിടയും പിഴച്ച കാലം. കുഞ്ഞിനും മുത്തിക്കും ഒറ്റക്കിരിക്കുവാൻ നെഞ്ഞുപിടഞ്ഞു പിഴച്ച കാലം. അങ്ങേലും ഇങ്ങേലും ചുമ്മാ കലമ്പുന്ന ചങ്ങാട്ടമില്ലാത്ത ചീനകാലം. ഓരടി ഈരടി വായന്റെ മക്കളെ കോരിക്കളയിൻ വിഴുപ്പുകളെ. ഓരടി ഈരടി വായന്റെ മക്കളെ കോരിക്കളയിൻ വിഴുപ്പുകളെ. നാണക്കേടില്ലാതെ മാനക്കേടില്ലാതെ, നാണക്കേടില്ലാതെ മാനക്കേടില്ലാതെ നാളെയിലേക്കു നടന്നു നീങ്ങിൻ, നാളെയിലേക്കു നടന്നു നീങ്ങിൻ. നേര് പറയണം, നേരെ പറയണം, നേരും നെറിയുമില്ലാത്ത കാലം. പച്ചവെള്ളത്തിലും പ്രാന്ത് കലക്കുന്ന കച്ചവടത്തിന്റെ നഞ്ചുകാലം. പച്ചവെള്ളത്തിലും പ്രാന്ത് കലക്കുന്ന കച്ചവടത്തിന്റെ നഞ്ചുകാലം. ഗംഭീരായി, വളരെ ഗംഭീരായി. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു മാഷാണ്. ഓരോരുത്തരായിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഖാദർ. പാടി പാടി. ലോക സമസ്ത സുഖിനോ ഭവന്തു. കുഞ്ഞവർ ഇത്ര കടലാസ് ഞാൻ ഇതാരാ? കവിയുടെ ഫാനാ? നീളം കണ്ടിട്ട് പെടസൽ ഫാനാന്നാ തോന്നുന്നേ. ആ കൊടുത്തോളൂ കൊടുത്തോളൂ. ആ ഓരോരുത്തരായിട്ട്. ആ ഇനി സിനി കൊടുക്ക് കൊടുക്കും. എന്തിനാ വെറുതെ ഈ കീറ്റക്കടലാസിലൊക്കെ എഴുതുന്നത്?
പിള്ളേർക്ക് കൊടുക്കാനാ സാറേ, അവരിത് പൊന്നുപോലെ നോക്കിക്കോളും. അല്ലാതെ എന്റെ കവിത കേട്ടിട്ടല്ല. ഞാനങ്ങ് റോഡിൽ നിൽക്കുമായിരുന്നു, അവസാന ഭാഗം മാത്രമേ കേട്ടുള്ളൂ. ശരി. നേരു പറയണം നേരെ പറയണം, നേരും നെറിയുമില്ലാത്ത കാലം, പച്ചവെള്ളത്തിലും ഭ്രാന്ത് കാലക്കുന്ന കച്ചവടത്തിന്റെ നഞ്ചുകാലം. ഇയാൾ ആള് കൊള്ളാമല്ലോ. ഇത്രേ കേട്ടുള്ളൂ. ഇത്രയും ഒറ്റ പ്രാവശ്യം കേട്ടപ്പോഴത്തേക്കും കാണാതെ പഠിക്കാന്ന് പറഞ്ഞ നല്ല ഐക്യവാ. ഐ റിയലി അപ്രീഷിയേറ്റ് യു. അടുത്ത ആഴ്ച ഈ പുസ്തകം പബ്ലിഷ് ചെയ്തു. ഇതിലുണ്ടാ കവിത. എന്താ നിങ്ങളുടെ പേര്? മോനിച്ചൻ. മോനിച്ചൻ എന്ത് ചെയ്യുക? കൃഷിപ്പണിയാ. കൊള്ളാം. അപ്പോൾ ഇനി അടുത്ത തവണ കാണുമ്പോൾ ബാക്കി പഠിച്ച് ചൊല്ലി കേൾപ്പിക്കണം കേട്ടോ. സാറേ, എനിക്ക് വായിക്കാൻ ശരിക്കും പോരാ. എന്താ പറഞ്ഞേ? 2ാം ക്ലാസ്സിൽ വെച്ച് നിർത്തിയതാ പഠിത്തം, ഉരുള് പൊട്ടിയപ്പോ. ശരിക്കും ഐ കാൻ ബിലീവ് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ മോനിച്ചൻ ശരിക്കും ഒരു ജീനിയസാ. ശരിയാ, മാഷ് പറഞ്ഞ കറക്റ്റ്. ഹി ഈസ് റിയലി എ ജീനിയസ്. എനിക്ക് സ്റ്റുഡൻസിനോട് 2 വാക്ക് സംസാരിക്കാം. ആയിക്കോട്ടെ. ഹലോ സ്റ്റുഡൻസ്, പ്ലീസ് ലിസൺ. ഇവിടെ ശ്രദ്ധിക്കുക. അടുത്തിരിക്കുക. അല്പസമയം മുമ്പ് ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചു. വിദ്യാഭ്യാസം ക്ലാസ് മുറികളിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള സർവ്വചരാചരങ്ങൾക്കും അതിൻ്റെതായ ഒന്നും നമ്മെ പഠിപ്പിക്കാനുണ്ടെന്ന്. അതുകൊണ്ട് പ്രകൃതിക്ക് മുന്നിൽ കണ്ണും ചെവിയും മനസ്സും തുറന്നു വയ്ക്കുക. അങ്ങനെ പ്രകൃതിക്ക് മുന്നിൽ മനസ്സ് തുറന്നു വെച്ച പച്ചയായ ഒരു മനുഷ്യനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തട്ടെ. മിസ്റ്റർ മോനിച്ചൻ. ഇതുപോലെ വേണ്ട സമയത്ത് വിദ്യാഭ്യാസം ലഭിക്കാത്തവരായ അനേകം ആൾക്കാർ ഈ നമ്മുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ളവരെ കണ്ടെത്തി അവർക്ക് വേണ്ട അറിവ് പകർന്നു കൊടുക്കുവാൻ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും വിദ്യാർത്ഥികൾക്കും കഴിയുമെന്ന് ഉറപ്പുവരുത്തിയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്കിതിന്റെ ഉദ്ഘാടനം നിർവഹിക്കാവുന്നതാണ്. എന്ത് പറയും? നമ്മുടെ ബഹുമാനപ്പെട്ട കവി സുകുമാരൻ സാറിന്റെ നിർദ്ദേശം നമ്മൾ അംഗീകരിക്കുകയാണ്. ഈ ട്യൂട്ടോറിയൽ കോളേജിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന വയോജന വിദ്യാഭ്യാസത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇപ്പോൾ ഇവിടെ വെച്ച് സുകുമാരൻ സാർ നിർവഹിക്കുന്നു. ഈ ധന്യമുഹൂർത്തത്തിന് ഇടതന്ന പ്രകൃതിക്ക് നന്ദി. വന്നേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഏരിരോ 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 ആരിരാരോ തിന്തകം 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 താ തിന്തകം 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 തയ്യകം തിന്തകം